ഹായ് മക്കളെ, ഇന്ന് നമ്മൾ മാത്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് കേട്ടോ പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് വിട്ടിട്ടുണ്ട്. അതിൽ പഠന പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസൊക്കെ നൽകിയിട്ടുണ്ട്. അതും കൂടി പോയി കാണുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. 1000 കടന്ന് ഇവിടെ കാറോട്ട മത്സരം നടക്കുകയാണല്ലേ. മത്സരം നടക്കുകയാണ്. ഒന്നാമത്തേത് ടോട്ടോ കാറാണ്. അതിൻ്റെ നമ്പർ കണ്ടോ? 130 അല്ലേ. 1000. എത്രയാണ് വായിക്കുക? 1000. ഒന്നിനോട് ചേർന്ന് ഒരു പൂജ്യമാണെങ്കിൽ 10, 2 പൂജ്യം 100, 3 പൂജ്യം 1, 3 പൂജ്യം 1000. സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. ഫസ്റ്റ് കോളത്തിൽ 9 കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ് 10. അടുത്ത കോളത്തിൽ 100, അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ 101. ഈ സംഖ്യാബന്ധം വരുന്നത് ഒരു സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സംഖ്യ. കോളത്തിൽ നമുക്ക് രണ്ടാമത്തെ സംഖ്യ തന്നിട്ടുണ്ട് 110. അതിന് മുമ്പുള്ള സംഖ്യ എത്രയാണ്? 109. 9, 110. അടുത്തത് 199. അടുത്ത സംഖ്യ 200. അടുത്ത കോളത്തിൽ 250 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സംഖ്യ 279. അടുത്ത കോളത്തിൽ 500. 500ൻ്റെ തൊട്ട സംഖ്യ 501. അടുത്തത് 667 തന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ 666. 909 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 910. അടുത്തത് 990. അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ 989. 999. അതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ 1000. അടുത്തത് ടോട്ടോ കാറിന് നിറം കൊടുക്കൂ. നിങ്ങൾ എഴുതിയ സംഖ്യകൾ ചുവടെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ. ആ കളങ്ങൾക്ക് നിറം കൊടുക്കൂ. മുകളിൽ തന്നിട്ടുള്ള 109, 200, 279, 501, 666, 910, 989, 1000. ഈ സംഖ്യകൾ കളർന്നിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ടോട്ടോ കാർ കിട്ടും. അടുത്തത് നമ്പർ പ്ലേറ്റ്. ടോട്ടോ കാറിൻ്റെ കൂട്ടുകാരാണിവർ. സൂചനകളിൽ നിന്നും നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കൂ. ഫസ്റ്റത്തെ കാറിൻ്റെ എന്താ തന്നിട്ടുള്ളത്? 800, 410, 21. 800 എന്നാൽ 800 കൂട്ടണം. 410 എന്നാൽ 40, 21, 2 സമം 842. ഒന്നാമത്തെ കാറിൻ്റെ നമ്പർ 842. ഇനി അടുത്തത് എന്താ തന്നിട്ടുള്ളത്? 910 നിന്ന് 1 കുറവ്. 910 കുറക്കണം 1 സമം 909. അടുത്ത് തന്നിട്ടുള്ളത് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഏതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ? 999 അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 100. അടുത്ത കാറിൻ്റെ നമ്പർ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോട് 1 കൂട്ടിയത്. ഏതാണ് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ? 99. ആൻസർ 100. അമ്പമ്പോ 1000. എൻ്റെ നമ്പർ വായിക്കൂ. എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയാണ്. ഏതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ? 1000. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ 100. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 10. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്കറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. LSS ക്ലാസ്സിൽ വിശദമായിട്ട് നൽകാം കേട്ടോ. LSSന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. LSS ക്ലാസ്സുകൾ നൽകാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. LSSൽ മാത്രമല്ല 4ാം ക്ലാസ്സിലെ മുഴുവൻ സബ്ജക്റ്റും കൂടാതെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. വരച്ചു ചേർക്കൂ. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടും? വരച്ചു ചേർക്കൂ. ഒന്നാമത്തെ കാറിൻ്റെ നമ്പർ 505. 505നോട് ഏത് കൂട്ടിയാലാണ് 1000 ലഭിക്കുക? 505 ആണല്ലോ. 505നോട് 100 കൂട്ടിയാൽ 605. 605നോട് 100 കൂട്ടിയാൽ 705. 705നോട് 100 കൂട്ടിയാൽ 805. 805നോട് 100 കൂട്ടിയാൽ 905. 905നോട് 95 കൂട്ടിയപ്പോൾ 1000 കിട്ടി. നമ്മൾ 505നോട് 495 കൂട്ടിയപ്പോഴാണ് 1000 കിട്ടിയത് അല്ലേ മക്കളെ? മക്കൾക്ക് എളുപ്പത്തിൽ മറ്റൊരു രീതിയിലും ചെയ്യാം കേട്ടോ. 1000 കുറക്കണം 505. 0ൽ നിന്ന് 5 കുറയില്ല അല്ലേ. ചെറിയ സംഖ്യ മുകളിൽ വന്നാൽ കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുക്കണം. അടുത്ത സംഖ്യ 0ആണ്. 0ൽ നിന്ന് കടമെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10ൽ നിന്ന് 1 കടെടുത്തു. 0ൻ്റെ ഇടത് ഭാഗത്ത് ചേർത്തു. അപ്പോൾ അവിടെ 10 കിട്ടി അല്ലേ. ഇനി നമ്മൾ 10ൽ നിന്ന് 5 കുറക്കണം. അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് വിശദമായിട്ട് പറയാൻ കേട്ടോ.
10ൽ നിന്ന് 5 കുറച്ചാൽ എത്ര കിട്ടും? 5 കിട്ടും. കണ്ടല്ലോ. തൊട്ടടുത്ത സംഖ്യ 9 ആണ്. 9ൽ നിന്ന് 0 കുറച്ചാൽ എത്ര കിട്ടും? 9. അടുത്ത സംഖ്യ 9 ആണ് അല്ലേ? അപ്പോൾ 10ൽ നിന്നാണല്ലോ നമ്മൾ 1 കടെടുത്തത്. അപ്പോൾ 9. 9ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ് സംഖ്യ? 4. അപ്പോൾ ആൻസർ 495. അത് 999നോട് 1 കൂട്ടിയാൽ 1000 കിട്ടും. അതുപോലെ 750നോട് 250 കൂട്ടിയാൽ 1000 കിട്ടും. 990 അതിനോട് 10 കൂട്ടുക. അതുപോലെ 900നോട് 100 കൂട്ടുക. ഇതുപോലെ വരച്ച് ചേർക്കുക കേട്ടോ. മക്കൾക്ക് പ്ലസ് ചെയ്യാൻ കൂട്ടാൻ അറിയണമെന്നില്ല, അതുപോലെ കടെടുത്ത് കുറക്കാൻ അറിയണില്ല എങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതിനായിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ചേർത്താൽ അബാക്കസിലെ സംഖ്യ എത്രയാണ്? ഇവിടെ 1000ൻ്റെ സ്ഥാനത്ത് മുത്തുകളില്ല അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 10ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ, 1ൻ്റെ സ്ഥാനത്തും 9 മുത്തുകൾ. അപ്പോൾ എത്രയാണ് സംഖ്യ? 999. ഒന്നും കൂടി കൂട്ടിയാലോ 1000 കിട്ടും. ഈ സംഖ്യ അബാക്കസിൽ വരക്കൂ. 1000 അബാക്കസിൽ വരക്കുമ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത്, മറ്റുള്ള സ്ഥാനങ്ങളിലൊന്നും മുത്ത് വേണ്ട, അവിടെ 0 ആണല്ലോ. അബാക്കസിൽ കോർണർ. ഞാൻ ആര്? അബാക്കസിൽ ഒരു മുത്ത്, ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയവൻ. ഞാൻ ആര്? അതായത് ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999. അതിനേക്കാൾ വലിയവനാണ്. അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ്? 1000 ആണല്ലേ? അബാക്കസിൽ 1000ൻ്റെ സ്ഥാനത്ത് ഒരു മുത്തുണ്ടാവും, മറ്റുള്ളതൊക്കെ 0 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പെട്രോൾ പമ്പ്. കാറോട്ട മത്സരത്തിൽ പങ്കെടുത്ത കാറുകൾ ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ഒന്നാമത്തെ ടോട്ടോ കാറ് 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ? അപ്പം നമ്മൾ എത്ര 100കൾ കൊടുത്താലാണ് 1000 ആവുക? 10 100കൾ കൊടുത്താലാണ് 1000 ആവുക. അല്ലെങ്കിൽ 10 ഗുണിക്കണം 100 ചെയ്താലും മതി. 10 പ്രാവശ്യം 100നെ കൂട്ടിയാലും 1000 തന്നെ കിട്ടുക. അപ്പോൾ 10 100ൻ്റെ നോട്ടുകളാണ് ഒന്നാമത്തെ കാറ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ടോമോ കാറ് 10 രൂപയുടെ ഒരു കെട്ട് നോട്ടുകളാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ കൊടുത്തു? എങ്ങനെ കണ്ടുപിടിക്കും? 10ലേക്ക് എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1000 ആവുക എന്ന് മക്കൾ നോക്കിയാൽ മതി കേട്ടോ. 10നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലേ 2 0 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1000 കിട്ടും. ഇനി അറിയാത്ത കുട്ടികൾക്കാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യാം. 100ൽ എത്ര 10 ഉണ്ട്? 10 10 അല്ലേ? 200ൽ 20 10, 300ൽ 30, 400ൽ 40, അങ്ങനെ 800ൽ 80, 900ൽ 90, 1000ൽ 100, 100 10കൾ. അപ്പോൾ ആൻസർ എത്രയാണ്? 10ൻ്റെ 100 നോട്ടുകളാണ് കൊടുത്തത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ബഗ്ഗി കാർ 1 രൂപയുടെ നാണയങ്ങളാണ് കൊടുത്തത്. എത്ര നാണയങ്ങൾ? രൂപയാണല്ലേ? അപ്പോൾ 1000 1 രൂപയുടെ നാണയങ്ങളാണ് കൊടുത്തത്. 1 ഗുണിക്കണം 1000. 1000 നാണയങ്ങൾ. നമുക്ക് പഠിക്കാനുള്ളതാണ് കാറോട്ട മത്സരം. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടിത്തീർന്ന റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. പോയിന്റ് കണക്കാക്കുക. ഇവിടെ ചാർട്ട് തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം കാറിൻ്റെ പേര് തന്നിട്ടുണ്ട്, അവരെത്ര റൗണ്ട് ഓടി എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോയിന്റ് എഴുതണം. ഫസ്റ്റ് ഇത് മിക്കി കാറാണ് അല്ലേ? മിക്കി കാർ പോയത് 1 റൗണ്ടാണ്. നമുക്ക് തന്നിട്ടുള്ളത് ഓരോ റൗണ്ടിനും 1000 പോയിൻ്റാണ്. അപ്പം മിക്കിൻ്റെ എത്രയാണ്? 1000 പോയിൻ്റ്. കെബി കാർ 5 റൗണ്ട് പോയി. 1 റൗണ്ടിന് 1000 പോയിൻ്റാണ് അല്ലേ? അപ്പോൾ 5 പ്രാവശ്യം പോയാൽ 5 വട്ടം 1000 കൂട്ടണം അല്ലേ? 1000 പ്ലസ് 1000 പ്ലസ്, അപ്പോൾ അങ്ങനെ 5000 കിട്ടും. അല്ലെങ്കിൽ 5 ഗുണിക്കണം 1000. ആൻസർ എന്ത് കിട്ടി? 5000 അല്ലേ? 5000. അടുത്തത് ബഗ്ഗി കാറാണ്. ബഗ്ഗി കാറ് 3 റൗണ്ട് പോയി. എത്ര പോയിന്റ് കിട്ടുക? എൻ്റെ മക്കളും ചെയ്യുമോ? എത്രയാണ്? 3 പ്രാവശ്യം 1000നെ കൂട്ടുക. 1000 പ്ലസ് 1000 പ്ലസ് 1000. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ഗുണിക്കണം 1000. നമ്മൾ കുറേ പ്ലസ് പ്ലസ്, അതായത് 1000 പ്ലസ് 1000 പ്ലസ് 1000 എന്നിങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് ഗുണിക്കുക നല്ലത്. 3 ഗുണിക്കണം 1000. അപ്പോൾ 1 3 3 3 ഇടുക, പിന്നെ 2 3 0 ചേർത്ത് എഴുതുക. മക്കൾ എന്തായാലും ഗുണനപ്പട്ടിക പഠിച്ചിരിക്കണം കേട്ടോ. കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഗുണനപ്പട്ടിക കാണാതെ പഠിക്കണം, മനപ്പാടാക്കണം. പാഠഭാഗത്തല്ലാത്ത പറയുമ്പോൾ മക്കൾ സ്കിപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ കുട്ടികൾ ഗുണനപ്പട്ടിക നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് LSSന് വേണ്ടിയിട്ട് ആവശ്യമാണ്. മാത്സിന് എത്ര ട്രിക്ക് ഉണ്ടോ അതിനാണ് LSSന് നമുക്ക് മാർക്ക് കിട്ടുക. മാത്സ് വേഗം ചെയ്യാനറിയണം. 20 മാർക്കിനാണ് കേട്ടോ മാത്സ്. അന്ന് വേഗം ചെയ്യാനറിയണം. അതുപോലെ
ഗുണിപ്പട്ടിക അറിഞ്ഞാൽ നമുക്ക് ഹരണം എളുപ്പമാവും. അത് നമുക്ക് LSS ക്ലാസ് പറയാം കേട്ടോ. നെക്സ്റ്റ് അൽഫ കാർ. അതിന് 6 റൗണ്ടാണ് അല്ലേ. അപ്പോൾ 6 ഗുണിക്കണം 1000 സമം 6000. ടോമോ കാറ് 7 റൗണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ 7 ഗുണിക്കണം 1000 7000. അടുത്തത് ഫ്ലോറോ കാർ. ഫ്ലോറോ കാറിൻ്റെ പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 4 റൗണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ 4 അല്ലേ. 4നെ 1000 കൊണ്ട് ഗുണിച്ചു 4000 കിട്ടി. ഫ്രെഡി കാർ. ഫ്രെഡി കാർ 8 റൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ 8 ഗുണിക്കണം 1000 എത്ര കിട്ടി? 8000. അടുത്തത് സ്പീഡി കാർ. സ്പീഡി കാർ 9 റൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ 1000 ഗുണിക്കണം 9 സമം 9000. അടുത്തത് ടോമോ കാർ. ടോമോ കാർ എത്ര റൗണ്ട് പോയിട്ടുണ്ട്? 10 റൗണ്ട്. 10ന് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം അല്ലേ. അല്ലെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ 1000 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 10,000. അപ്പോൾ 4 പൂജ്യം ഉണ്ടാവും അല്ലേ. മനസ്സിലാവില്ലേ മക്കൾക്ക്? ബോണി കാർ. ബോണി കാർ 2 റൗണ്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ 2 ഗുണിക്കണം 1000 സമം 2000. സിമ്പിളല്ലേ. അപ്പോൾ നമുക്കിതിലൊരു 5 അക്ക സംഖ്യ കിട്ടിയാലോ. ഏതാണ് മക്കളെ? 10000 അല്ലേ. ഏറ്റവും ചെറിയ 5 അക്ക സംഖ്യയാണ് 10000. കിട്ടിയ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തി നോട്ട് ബുക്കിൽ എഴുതൂ. നമുക്ക് 2 രീതിയിൽ ക്രമപ്പെടുത്താം. വലുതിൽ നിന്ന് ചെറുതിലേക്കും ചെറുതിൽ നിന്ന് വലുതിലേക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000, 10000. വലുതിൽ നിന്ന് ചെറുതിലേക്ക് 10000, 9000, 8000, 7000, 6000, 5000, 4000, 3000, 2000, 1000. പടി കയറാം. പടികളിലെ സംഖ്യകളെല്ലാം എഴുതുക. ഫസ്റ്റ് മിക്കി കാർ അല്ലേ. മിക്കി കാറിന് 1000 ആണ്. ബോണി കാറിന് 2000. ബഗ്ഗി കാറിന് 3000. ഫ്ലോറോ കാറിൻ്റെ പോയിൻ്റ് 4000 ആണ് അല്ലേ. ഫ്ലോറോ കാർ 4 റൗണ്ടാണ് ചുറ്റിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ റൗണ്ടും ഇവിടെ എഴുതണം. 1000, 2000 അങ്ങനെ 4 ആയിരങ്ങൾ കോളത്തിൽ എഴുതി ചേർക്കുക. മുകളിലായിട്ട് അതിൻ്റെ ടോട്ടൽ എഴുതുക. അടുത്ത സ്കൈ ബി കാർ. സ്കൈ ബി കാറിന് 5 റൗണ്ടാണ്. അപ്പോൾ ഓരോ റൗണ്ടിൻ്റെ ആയിരങ്ങൾ ഈ കോളത്തിൽ എഴുതുക. മുകളിലായിട്ട് ടോട്ടൽ 5000. അൽഫ കാറിൻ്റെ തന്നിട്ടുണ്ട് 6000. ടോമോ കാറ് 7000. ഫ്രെഡി കാറ് 8000. സ്പീഡി കാറ് 9000. ടോട്ടോ കാറ് 10000. സ്കൈ ബി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരക്കൂ. 1000ൻ്റെ സ്ഥാനത്ത് 5 മുത്തുകൾ വരയ്ക്കുക. മറ്റതൊക്കെ 0ആണ്. അവിടെ മുത്തുകൾ വേണ്ട. 5000 ചേർന്നാൽ 5000, അതായത് 5000 എന്ന് പറയും. അടുത്തത് സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരക്കൂ. അതുപോലെ 1000ൻ്റെ സ്ഥാനത്ത് 9 മുത്തുകൾ വരയ്ക്കുക. മറ്റതൊക്കെ 0ആണ്, അതുകൊണ്ട് മുത്തുകൾ വേണ്ട. 9000 ചേർന്നാൽ 9000. 10,000 ചേരുമ്പോൾ 10,000, അതായത് 10000 എന്ന് പറയും. അപ്പോൾ 20,000 ചേരുമ്പോഴോ 20,000. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ നൽകാം കേട്ടോ.